നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ പല്ലനയിലാണ്. പല്ലനയിൽ കുമാരകൊടിയിലാണ്. മഹാകവി കുമാരനാശാന്റെ സ്മൃതി മണ്ഡപത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഒരു ഹൗസ് വാമിങ്ങിന് വന്നാണ്. ഞാൻ മാത്രമല്ല, വീഡിയോ എടുക്കുന്നതിന് മോളാണ്, വൈഫുണ്ട്, പിന്നെ എൻ്റെ ബന്ധുക്കളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഹൗസ് വാമിങ് ആയതെന്ന് ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് ഈ സ്മൃതി മണ്ഡപം ഇത്ര തൊട്ടടുത്താണ്. അപ്പോൾ തൊട്ടടുത്തായി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ശരിയല്ല. ഇതിനു മുമ്പ് ഇതുവഴി ഈ കാണുന്ന കായലെന്ന് പറഞ്ഞാൽ കൊല്ലം ആലപ്പുഴ ദേശീയ ജലപാതയാണ് ഈ കാണുന്നത്. മുൻപ് ഇതുവഴി ബോട്ടിൽ വന്ന സമയത്ത് ഈ സ്മൃതി മണ്ഡപം കണ്ടിട്ടുണ്ട്. അന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇന്ന് പോയ ആ ഹൗസ് വാമിങ്ങിൻ്റെ വീടും നിങ്ങൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ഹൗസ് വാമിംഗ് ആണ്. പല്ലനയിലാണ് ഈ ഹൗസ് വാമിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഈ തീരദേശ പാത വഴി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാഷണൽ ഹൈവേ 66 പണി നടക്കുന്നുണ്ട്. നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഇതുവഴിയാകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് കായൽ വഴി ഇങ്ങനെ കായലും കടലിൻ്റെ തീരത്തുകൂടി ഇങ്ങനെ പോകാം. നല്ല നല്ല കാഴ്ചകളാണ്. കല്യാണം, പാലുകാച്ച് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോഴാണല്ലോ എല്ലാവരും ഒത്തുകൂടുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാതിരിക്കുന്ന സുഹൃത്തുക്കളെ ഒന്നിച്ച് കാണാനും അതുപോലെ ബന്ധുമിത്രാദികളെ ചിലപ്പോൾ അടുത്ത് കാണാനും ഒക്കെ എല്ലാവരും പരസ്പരം ഫോണിലൂടെ വാട്സാപ്പിലും മെസ്സേജ് അയക്കുമെങ്കിലും നേരിട്ട് കാണുന്ന ഇത്തരത്തിലുള്ള ഫംഗ്ഷനിൽ വരുമ്പോഴായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വീടാണ്. ഏറ്റവും ആധുനികമായ രീതിയിലുള്ള മോഡലിലൊക്കെ ചെയ്തിരിക്കുന്ന വീടാണ്. 4 ബെഡ്റൂമുള്ളൊരു വീടാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ ചോറുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്തൊക്കെ അവിടെ കുട്ടിക്കൂട്ടങ്ങളുണ്ടല്ലോ, ഒരുപാട് കുഞ്ഞു പിള്ളേർ കാണും. അവർക്ക് അവരുടെ ലോകമുണ്ട്, അവരുടെ കളിയും ബഹളവും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്കൂട്ടങ്ങൾ അവർ വേറെ ഒന്നും നോക്കാറില്ല, വേറെ ഒന്നും ചിന്തിക്കാറില്ല. അവരവരുടെ കളികളിൽ ഇങ്ങനെ ഏർപ്പെടും. ഓട്ടവും ചാട്ടവും ഒളിച്ചുകളിയും. പണ്ട് നമ്മളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. രസമാണ്. എല്ലാവരുടെ പിള്ളേരെല്ലാം ഒത്തുകൂടുമ്പോൾ ഒരു അടിച്ചുപൊളിയാണ്. അങ്ങനെ ഇവരെല്ലാം ആ കൂട്ടത്തിൽപ്പെടുന്ന കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ തൊട്ടടുത്തൂടെ തന്നെയാണ് തോട്ടപ്പള്ളി, അതുപോലെ വണ്ടാനത്തേക്ക് ഉള്ള ബസ്സൊക്കെ പോകുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന ബസ്സെല്ലാം KSRTC ബസ്സെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറേ പേരൊക്കെ ബസ്സിന് വന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ബസ്സിന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ യാത്ര ഒരു മനോഹരമായ യാത്രയാണ് ഇതുവഴിയുള്ളത്. അപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറിഞ്ഞത് മഹാകവി കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപം തൊട്ടടുത്താണെന്ന്. എന്നാൽ പിന്നെ അവിടെയും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി 1924 ജനുവരിയിലെ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് പല്ലനയാറ്റിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയത് മലയാളിക്ക് മറക്കാൻ കഴിയില്ല. മഹാകവി കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കായിക്കരയിൽ തൊമ്മൻവിളാകം വീട്ടിൽ നാരായണൻ്റെയും കാളിയുടെയും മകനായി കുമാരനാശാൻ ജനിച്ചു. മലയാള കവിതാലോകത്ത് നിറഞ്ഞു നിന്ന മഹാകവി 1924 ജനുവരി 16 ഈ ലോകത്തിനോട് വിട പറയുമ്പോൾ പ്രായം 51 വയസ്സ് മാത്രം. കൊല്ലത്ത് നിന്നും ആലപ്പുഴയ്ക്കുള്ള റെഡീമർ ബോട്ടിലെ യാത്രയ്ക്കിടെ ഇവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നതും തുടർന്ന് ഈ തീരത്ത് തന്നെ അദ്ദേഹത്തിനുള്ള അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയതും. കുമാരവിന് കോടി ഉതിപ്പിച്ച സ്ഥലം പിൽക്കാലത്ത് കുമാരകോടിയായി നാമകരണം ചെയ്തു. ആദ്യകാലത്ത് ഒരു കല്ലറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും മനോഹരമായ ഈ സ്മൃതി മണ്ഡപം നിർമ്മിക്കുകയും ചെയ്തു. പേനയുടെ നിബിൻ്റെയും ബോട്ടിൻ്റെയും മാതൃക കോർത്തിണക്കിയാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. കവിതയിലെ കഥാപാത്രങ്ങളുടെ ചുവർച്ചിത്രങ്ങളും മഹാകവിയുടെ കവിതകളും സ്മാരകത്തിനുള്ളിൽ കേൾക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം. മഹാകവി കുമാരനാശാന്റെ സ്മരണയ്ക്കായി 1951 സ്ഥാപിക്കപ്പെട്ട KIM UP സ്കൂളും ഇതിന് തൊട്ടടുത്തായി പ്രവർത്തിക്കും. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. പിന്നെ ആൾക്കാർക്ക് വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഷെൽട്ടർ പോലെ നീളത്തിലൂടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ സമ്മാനിക്കുന്നത്. മലയാളികൾ ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഈ കുമാരകോടി. ഈ അപകടം നടന്നിട്ട് 100 വർഷം പിന്നിടുമ്പോഴും അപകടത്തിന് കാരണമായി പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒന്നിനും വ്യക്തതയില്ല. അപ്പോൾ ഇന്നത്തെ കുമാരകോടിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കും.
അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നത് നമ്മുടെ തീരദേശ പാതയിലൂടെ, ഇങ്ങോട്ട് വന്നതും അതുവഴിയാണ്. ഓക്കെ, അപ്പോൾ ആ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുവഴിയുള്ള യാത്ര നമ്മൾ നേരത്തെ മുൻപ് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാം പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മൾ എറണാകുളത്തേക്കൊരു യാത്ര പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മനോഹരമായ യാത്രയാണ് ഇതുവഴിയുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാരൊക്കെ ഈ ഹൈവേ ഉള്ള യാത്ര ഒഴിവാക്കി ഇപ്പോൾ ഇതുവഴിയാണ് യാത്ര പോകുന്നത്. അവധി ദിവസങ്ങളിൽ അസാമാന്യ തിരക്കായിരിക്കും. കാര്യം ഈ ബീച്ചിലേക്കും അതുപോലെ ലൈറ്റ് ഹൗസ് കാണാനും പോകുന്ന ആൾക്കാരും, പിന്നെ ഇതുവഴിയുള്ള ബസ് സർവീസ്, പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ശരിക്കും സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ഹാർബറിലേക്ക് പോകുന്ന മീനിന് പോകുന്ന വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാരണം കുറച്ച് തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ആടുജീവിതം നജീബിക്കയുടെ വീട് ഇതുവഴി പോകുമ്പോഴാണ് കേട്ടോ, ഈ ആറാട്ടുപുഴ റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു നോക്കി, കിട്ടിയില്ല. അപ്പോൾ മുമ്പ് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന സമയത്ത് ഞാനും മോളും വൈഫും മോനും കൂടെ വന്നായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തത്. ഈ വെള്ളക്കാറിൽ പോകുന്ന എൻ്റെ വല്യച്ഛൻ്റെ മോനാണ്, എൻ്റെ അനിയനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ അവരും പാലുകാച്ചിന് വന്നതാണ്. അപ്പോൾ നമുക്കിവിടെ അങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റ് ഹൗസിൽ നിന്ന് കയറാം, കായംകുളത്ത് ലൈറ്റ് ഹൗസ്. ഞാനിതുവരെ വന്നിട്ടില്ല. അവിടെ താഴെ നിന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും മുകളിൽ കയറിയിട്ടില്ല, അന്ന് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഈ പാലത്തിൻ്റെയും ലൈറ്റ് ഹൗസിൻ്റെയും പണി തീരുന്നതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റ് ഹൗസിൻ്റെ. അന്ന് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഓപ്പൺ ആയതിനു ശേഷവും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറാൻ പോകുന്നത്. വൈഫും മോളും കൂടെ വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ സജീവും ഫാമിലിയും കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കയറുക. എന്തായാലും മുകളത്തെ കാഴ്ചകളൊക്കെ കൊണ്ടൊന്ന് കണ്ടു വരട്ടെ. ഇവിടെ നിന്നുള്ള പാലത്തിൻ്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ തിരക്ക് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും. ഇത് വലിയ അഴീക്കൽ, മറ്റേത് അഴീക്കൽ. വന്നിറങ്ങിയ പാടെ എല്ലാവരും ദാഹം കൊണ്ട് ഓരോ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഷുഗർ ബോർഡർ ലെവലായതുകൊണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാറില്ല ഇപ്പം. ഓക്കെ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഐസ്ക്രീം പണ്ടേ അത്ര ഇഷ്ടമുള്ള ആളല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഐസ് മിഠായി കിട്ടുമ്പോൾ കഴിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് വരാം. കുഞ്ഞാറ്റ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പോകും. അപ്പം നമുക്കുള്ള എൻട്രി ഇതുവഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാളിൻ്റെ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ഇതിനകത്തേക്ക് കയറ്റാനായിട്ട് അവർ മെയിൻ ഗേറ്റ് തുറന്നു കൊടുക്കും. കാറിനകത്ത് നമുക്ക് അകത്ത് കൊണ്ടുപോയി വീൽ ചെയറിനകത്ത് മോളിൽ കൊണ്ടുപോകാനുള്ള സൗകര്യവും അവർ ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ കയറി വരുമ്പം തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾ കുറവാണ്. അപ്പോൾ നമുക്കിവിടെ മേലോട്ട് കയറാം. വരൂ എല്ലാവരും വരൂ. ഐസ്ക്രീം കൊണ്ടൊന്നും മേലോട്ട് കയറ്റത്തില്ല. ഐസ്ക്രീം കഴിച്ചിട്ട് വാ. ഇവിടെ ക്യൂ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറാം. സ്റ്റെപ്പുണ്ട്, പിന്നെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതുണ്ടോ മുകളോട്ട് കയറി പോകാനുള്ള വഴിയാണ് കണ്ടോ. അപ്പോൾ ഞാനും സജീവും ലിഫ്റ്റിൽ കയറി. മറ്റവരൊക്കെ ഐസ്ക്രീം കഴിച്ച് തീർന്നില്ല. അപ്പോൾ ഐസ്ക്രീം ഇതിനകത്ത് കയറ്റത്തില്ല. അപ്പോൾ കഴിച്ച് തീർന്ന് കൈയെല്ലാം തുടച്ചിട്ടേ ഇതിനകത്തോട്ട് കയറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലിഫ്റ്റ് മുകളിലോട്ട് ഉയരുന്നതനുസരിച്ച് ഇപ്പുറ സൈഡിൽ നിന്നാൽ നമുക്ക് വലിയഴിക്കൽ പാലം കാണാം. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെത്തി. ലിഫ്റ്റ് തുറക്കുന്നു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള 5 പേര് താഴെ വരുന്നേ ഉള്ളൂ അടുത്ത ട്രിപ്പിൽ കേട്ടോ. നമ്മുടെ വണ്ടികൾ ഇതേ അവിടെ കിടക്കുന്നുണ്ടോ, പാർക്ക് ചെയ്ത്. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് നല്ല തിരക്കാവും. പിന്നെ ഐസ്ക്രീം വണ്ടികൾ കിടക്കുന്നുണ്ടോ അവിടെ കടൽ തീരത്ത്. ഈ കാണുന്ന പുലിമുട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടാണ് നമ്മുടെ ഈ പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ കയറി വരുന്നതും പോകുന്നത്. അപ്പോൾ അവിടെ തിരയടിക്കത്തില്ല. അപ്പോൾ ഇത് കൂടാതെ ഇവിടെ സ്പീഡ് ബോട്ട് സർവീസൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് കയറി ഈ ഒരു ഇത്രയും മിനിറ്റ് ചാർജ് ചെയ്യുന്ന എന്തോ റേറ്റ് അറിയത്തില്ല. സ്പീഡ് ബോട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെ നേരെ ഹാർബറിലേക്ക്, അതുപോലെ കായംകുളം കായലിലേക്ക് പോകുന്ന വഴിയായത്. ആ കാണുന്നത് ഇതൊരു അമ്പലം കേട്ടോ. ഏത് അമ്പലമാണെന്ന് അറിയാൻ വയ്യ. ആ പച്ചപ്പിന് മുകളിൽ കാണുന്ന ആ കെട്ടിടം കണ്ടോ, അതാണ് മാതാ അമൃതാനന്ദമയി മഠമാണ് കാണുന്നത്.
ഈ കാണുന്നത് നമ്മൾ ആ കയറി വന്ന എൻട്രൻസാണ്, പ്ലേ ഗ്രൗണ്ടൊക്കെ കാണുന്നത് കണ്ടോ. ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് വരുന്നേ ഉള്ളൂ ഓരോരുത്തർ. അങ്ങനെ ലേറ്റായി വന്നവർ, ലേറ്റസ്റ്റായി വന്നു. ആദ്യമോള് നേരത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് മോളിൽ കയറുന്നത്. താഴെ വന്ന് ഞങ്ങൾ ഞാൻ മോളുടെ ഉദ്ഘാടനത്തിന് മുമ്പ് വന്ന് വീഡിയോ എടുത്തു. അന്യായ വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് ടൂറിസം വികസന സാധ്യതകളുള്ള ഒരുപാട് സംഭവം. അത് ക്യാമറയിലൂടെ അത് കാണുമ്പോൾ വേറൊരു ഇതാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര അങ്ങനുണ്ട്. പേടിയാണ് മാതാ അമൃതാനന്ദ മഠം കാണുന്നത്. അതാ വലിയ കെട്ടിടം. ഇല്ല പാലം കണ്ടോ, നമ്മളില്ല പോയ പാലം കണ്ടോ? ആ രാത്രിയിൽ നമ്മളാ വന്ന വഴിയായി കാണുന്നത് കേട്ടോ. ഈ വലിയഴിക്കൽ വരുന്ന ബസ്, ബോർഡ് വെച്ച് വരുന്ന ബസ്സെല്ലാം ഇവിടെ വന്ന് തിരിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതുവഴി നമുക്ക് സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങിപ്പോവാം. ഞങ്ങൾ ലിഫ്റ്റിൽ കൂടെ തന്നെ പോകും. അതിന് മുമ്പേ അതില്ലേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.